എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈനിമോൾ ജോസഫ്. ഞാനൊരു ടീച്ചറാണ്. കേരളത്തിൻ്റെ പുറത്തും ആണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൻ്റെ പുറത്ത് ബാംഗ്ലൂർ, പിന്നെ കേരളത്തിലൊരു സ്കൂളിൽ 23 വർഷം പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി അവർക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയ കുറേ നല്ല കാര്യങ്ങളാണ് ഡിയർ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ആൻഡ് പേരൻസിന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും കേൾക്കാം കേട്ടോ. ടീച്ചേഴ്സിനെയും പേരൻസിനെയും എടുത്തു പറയാൻ എന്താ കാരണം എന്ന് ചോദിച്ചെന്നാൽ, ഒരു ടീച്ചർ എന്ന് പറയുമ്പം കുട്ടിയുടെ ഒരു രക്ഷകർത്താവും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു രക്ഷകർത്താവാണ് കുട്ടിയുടെ ആദ്യത്തെ ഗുരു എന്ന് പറയാം. അപ്പം ആദ്യം തന്നെ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഒരു ആഴത്തിലുള്ള ആഗ്രഹത്തിൽ നിന്നാണ് സ്നേഹപൂർവമായ ഒരു അധ്യാപനം ആരംഭിക്കുന്നത്. അങ്ങനെ നമുക്കൊത്തിരി കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെ ടീച്ചിങ് എന്ന കരിയറിനെ ഒന്നും കൂടെ നമുക്ക് നന്നായി ചെയ്യാം എന്നതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചെറിയ ചെറിയ എൻ്റെ വാക്കുകളിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ആഴത്തിലുള്ള ഒരാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് പറയുമ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോട്ടെ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പച്ചിക്ക്, അതായത് എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചനൊരു കടയുണ്ടായിരുന്നു, ഒരു ചെറിയ കട. അപ്പം അപ്പച്ചിയുടെ കടയിൽ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് അവിടെ അപ്പച്ചിയുടെ കുറേ ബുക്സുകളൊക്കെ കാണും കേട്ടോ. കാരണം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബുക്കിൽ ഇങ്ങനെ പറ്റെഴുതുന്ന ഒരു ഇതുണ്ട്. മൊത്തം രൊക്കം പൈസ കൊടുത്തൊന്നും ആരും സാധനം വാങ്ങിക്കത്തില്ല. അപ്പം പറ്റെഴുതുന്ന ഒരു ബുക്കുണ്ട്. അപ്പം അപ്പച്ചിയുടെ ഈ ബുക്കുകളിൽ എഴുതാത്ത പേജുകളൊക്കെ നോക്കി അവിടെ കുറേ പേരുകളൊക്കെ എഴുതി വെച്ച് ആ പേരിനെയൊക്കെ ഞങ്ങൾ താഴെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ആ മരത്തിനൊക്കെ ഓരോ പേരിട്ട് അവരെ ഇങ്ങനെ പഠിപ്പിക്കുന്ന അതൊക്കെ ശരിക്കും എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എനിക്കിഷ്ടമായിരുന്നു ടീച്ചറാകുന്നത്. പിന്നെ അപ്പം ഞാൻ ആഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി അടുത്തത് എന്താണെന്ന് ചോദിച്ചെന്നാൽ, നമ്മുടെ ക്ഷമ. ഒരു ക്ഷമയുള്ള അധ്യാപകൻ എന്നും കുട്ടികളുടെ മനസ്സിൽ അവരോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ക്ഷമയെന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചെന്നാൽ, ഇപ്പം നമ്മുടെ മുൻപിലിരിക്കുന്ന 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 പേരും ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്നവരല്ല, അല്ലേ? അവരുടെ IQ ഒരേപോലെയല്ല, അവരുടെ സ്കിൽസ് ഒരുപോലെയല്ല. ചില കുട്ടികൾ നമ്മൾ ഒന്ന് പറയുമ്പോഴേ അവർ പഠിക്കും. ചില കുട്ടികളുടെ അടുത്ത് നമ്മൾ 2-3 പറഞ്ഞാലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ഈ പേഷ്യൻസ് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ്. വീണ്ടും എനിക്ക് പറയാനാണെങ്കിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾ പറയുന്ന കാര്യം നമ്മൾ ഒരു നല്ല ലിസണർ ആകണം കുട്ടിയുടെ. അതെന്താണെന്ന് വെച്ചെന്നാൽ, ചിലപ്പം അവർ നമ്മുടെ അടുത്തൊരു കാര്യം പറയാനായിട്ട് വരുമ്പോഴത്തേക്ക് അത് കേൾക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ പിന്നെ അവർ അത് പേരൻസിനോടുകൂടി കേട്ടോ ഞാൻ പറയുന്നത്, കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ അവർ വീണ്ടും അത് പറഞ്ഞുകൊണ്ടല്ലേ ഏതൊരു കാര്യമാകട്ടെ അവരത് പറഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കത്തില്ല. അപ്പം എന്തുവാകട്ടെ, ചെറിയ കാര്യങ്ങളായിരിക്കും അവർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത്. ചിലപ്പോൾ എന്താണേലും നമ്മളത് കേൾക്കാനായിട്ട് സമയം കണ്ടെത്തി, മൊത്തം കേൾക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മോളെ പിന്നെ നമുക്ക് ബാക്കി പിന്നെ പറഞ്ഞാൽ മതി കേട്ടോ, ഇപ്പം ഇത്രയും മതി, ബാക്കി മിസ് പിന്നെ കേൾക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടി വീണ്ടും നമ്മുടെ അടുത്ത് ഇതും പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ നമ്മളൊരു നല്ലൊരു ലിസണറാകാനായിട്ട് ശ്രമിക്കണം കുട്ടികളുടെ. അടുത്ത എന്താണെന്ന് ചോദിച്ചെന്നാൽ, എനിക്ക് തോന്നുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലെസണിലെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിയോട് മോറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അതിവരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് എന്താണെന്നോ, സ്റ്റോറീസാണ്. സ്റ്റോറികളിലൂടെ പറയുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്നത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലേ? കുഞ്ഞുനാളിലൊക്കെ എൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒത്തിരി കഥകൾ കേട്ടാണ് വളർന്നത് എന്ന് തോന്നുന്നു. പക്ഷേ ഇന്ന് നമുക്കിപ്പം എന്താ പറയണത്, എല്ലാവർക്കും പേരൻസിനാണേലും അതിന് ഒത്തിരി സമയം കണ്ടെത്താനായിട്ട് അവർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഉള്ള സമയത്തൊക്കെ
നമ്മുടെ കുഞ്ഞിലെ കാര്യങ്ങളാണേലും അതൊക്കെ പിള്ളേർക്ക് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതിൽ നല്ല നല്ല മൂല്യങ്ങളുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം എപ്പോഴും കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനേലും നല്ലത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എന്ത് നമ്മൾ അവരിൽ നിന്നും ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ അവർ നമ്മളോട് പെരുമാറാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ, അത് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുത്തെന്നാൽ, അവരോട് ആ രീതിയിൽ പെരുമാറിക്കഴിഞ്ഞെന്നാൽ അത് അവർക്കും നല്ലതാണ്. നമ്മുടെ ഒത്തിരി ആരോഗ്യം പോകത്തില്ല പറഞ്ഞു പറഞ്ഞ്. അപ്പം നമ്മൾ തെറ്റുകൾ സംഭവിക്കാം, കുട്ടികളല്ലേ, അവർ തെറ്റുകൾ വരുത്താം. അപ്പോൾ അതിനെ നമ്മളൊരു ജെൻറ്റിൽ കറക്ഷൻ, ഒരു കാം അപ്രോച്ചിലൂടെ കാര്യങ്ങളെ അവർക്ക് പറഞ്ഞ് തിരുത്തി കൊടുക്കുമ്പോഴത്തേക്ക് അവരത് പെട്ടെന്ന് മനസ്സിലാകും, പെട്ടെന്ന് ഉൾക്കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ ടിപ്സുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുവാണെങ്കിൽ, അല്ലെ നമ്മളത് അവരിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇപ്പം ഞാനീ പറയുന്ന കാര്യങ്ങളിൽ പലതും ഞാൻ കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്നുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് നോക്കാം ഇന്നത്തെ അടുത്തൊരു കാലത്തായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം അവർ ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ ഉടനെ അവർ പോവുക, ഒന്നെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അല്ലേ, കുട്ടി കാറ് ചോദിച്ചു, അത്രയും വില കൂടിയ കാറ് അവൻ്റെ അപ്പച്ചന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു, ചെറിയ കാറ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അവൻ ഉടനെ പോയി ആത്മഹത്യ ചെയ്തു. അപ്പം ഇവിടെയൊക്കെ എന്താ നമ്മൾ കാണേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പേരൻസ് എത്ര ബുദ്ധിമുട്ടിയാണേലും നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, എന്നാൽ നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ഈ അവർ ചോദിക്കുന്നതെല്ലാം നമുക്ക് എത്ര കഷ്ടപ്പെട്ടാണേലും മേടിച്ചു കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മളിതെല്ലാം ചെയ്തു കൊടുക്കും കേട്ടോ. പക്ഷേ ഒരിക്കൽ ഇവൻ ചോദിക്കുമ്പോഴത്തേനും നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കത്തില്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം മേടിച്ചു കൊടുത്തുന്നൊന്നും ഒരിക്കലും കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. കാരണം അവൻ കുഞ്ഞുനാളിൽ തൊട്ട് ചോദിക്കുന്നതെല്ലാം അവർക്ക് നിങ്ങൾ പേരൻസ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും വീണ്ടും അവർ ആഗ്രഹങ്ങൾ ചോദിച്ചുകൊണ്ട് വരും. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. അപ്പം കുട്ടിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കണം, ഒരു എന്താ പറയണത്, ഒരു ഡിസ്കംഫർട്ടിൽ നിന്നുണ്ടാകുന്ന ആ കംഫർട്ടാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അവർക്ക്. അപ്പം എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അതിനെ നമ്മൾ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അതെൻ്റെ കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. വീണ്ടും എനിക്ക് പറയാനായിട്ടാണെങ്കിൽ, നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യും അല്ലേ, അവരെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആർക്കും ഇഷ്ടമില്ല. ഇപ്പം നമ്മളോട് പറയുവാണ്, കുട്ടികൾ വന്ന് നമ്മളോട് പറയുകയാണ്, അമ്മയെക്കാളും എത്ര നല്ല മറ്റേ അപ്പുറത്തെ വീട്ടിലെ അമ്മയെന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കുട്ടീനെയും മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അതായിരിക്കും എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക, കുട്ടികളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു നല്ല റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.